ഒരിക്കലൊരു ബാലൻ കാശിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വലിയ പണ്ഡിതനായി അവന്റെ വീട്ടിൽ തിരിച്ചെത്തി. അവൻ തന്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ സകല വിദ്യകളും പഠിച്ചു കഴിഞ്ഞു. അങ്ങക്ക് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ മറുപടി പറയാം. അപ്പോൾ പിതാവ് ചോദിച്ചു, എങ്കിൽ പറയൂ പുത്ര, സകല പാപങ്ങളുടെയും പിതാവ് ആരാണെന്ന് നിനക്കറിയാമോ? ആ ബാലന് ഇതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞു, ഗുരുജി ഇതെനിക്ക് പഠിപ്പിച്ചു തന്നില്ലല്ലോ പിതാവേ. അങ്ങനെയെങ്കിൽ പുത്ര, നീ പോയി പാപത്തിന്റെ പിതാവ് ആരാണെന്ന് കണ്ടെത്തിയിട്ട് വരിക. അങ്ങനെ ആ ബാലൻ അന്വേഷണം ആരംഭിച്ചു. 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരിടത്തു നിന്നും അവൻ ആ ഉത്തരം ലഭിച്ചില്ല. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന അവൻ ഒരു വീടിന് മുന്നിലെത്തി. ആ വീടിന് മുന്നിൽ പശുവിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. തുളസിത്തറയും ഉണ്ടായിരുന്നു. അതൊരു ഭക്തന്റെ വീടാണെന്ന് കരുതി അവൻ അകത്തേക്ക് കയറി. അവിടെ വൈശാലി എന്ന് പേരുള്ള ഒരു സ്ത്രീ ആയിരുന്നു താമസിച്ചിരുന്നത്. ഇതൊരു നഗരവധുവിന്റെ വീടാണെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു ബ്രാഹ്മണ ബാലനെ കണ്ടപ്പോൾ ആ നഗരവധു ഉടൻ തന്നെ കുറച്ച് ജലം കൊണ്ടുവന്ന് അവന് നൽകി. ആ ജലം കുടിച്ചതിന് ശേഷം അവൻ പറഞ്ഞു, ഇതൊരു ഭക്തന്റെ വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ വൈശാലി പറഞ്ഞു, ഞാൻ ഈ നഗരത്തിലെ ഒരു നഗരവധുവാണ്. ഇത് കേട്ടതും ബാലൻ പുറത്തേക്ക് ഓടിപ്പോയി ഛർദ്ദിക്കാൻ തുടങ്ങി. താൻ വലിയ പാപം ചെയ്തുവെന്ന് അവൻ വിലപിച്ചു. അപ്പോൾ വൈശാലി അവനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? ബാലൻ പറഞ്ഞു, ഞാൻ പാപത്തിന്റെ പിതാവിനെ തിരഞ്ഞിറങ്ങിയതാണ്. അതിനിടയിലാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജലം കുടിച്ച് ഞാൻ ഒരു പാപം കൂടി ചെയ്തത്. വൈശാലി മനസ്സിൽ ചിന്തിച്ചു, ഇദ്ദേഹത്തിന്റെ പാപത്തിന്റെ പിതാവ് ആരാണെന്നുള്ള സംശയം ഞാൻ ഇവിടെ വെച്ച് തന്നെ മാറ്റിക്കൊടുക്കും. തുടർന്ന് അവൾ പറഞ്ഞു, അങ്ങിപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞു. ഇനി ഗംഗാ സ്നാനവും പ്രായച്ചിത്തവും ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൂടി കഴിക്കൂ. എല്ലാം കൂടി ഒരുമിച്ച് പ്രായച്ചിത്തം ചെയ്യാമല്ലോ. ബാലൻ ആദ്യം ദേഷ്യപ്പെട്ടു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. അപ്പോൾ വൈശാലി പറഞ്ഞു, അങ്ങ് ഭക്ഷണം കഴിച്ചാൽ ഞാൻ 5 സ്വർണ്ണ നാണയങ്ങൾ ദക്ഷിണയായി അങ്ങക്ക് നൽകാം. അത് അങ്ങക്ക് യാത്രയ്ക്ക് ഉപകരിക്കും. വിശപ്പവും സ്വർണ്ണത്തോടുള്ള താല്പര്യവും കാരണം അവൻ സമ്മതിച്ചു. പക്ഷേ ഭക്ഷണം പാകം ചെയ്യുന്നത് ആ ബാലനായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പാകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വൈശാലി പറഞ്ഞു, അങ്ങ് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാൻ പാകം ചെയ്യാം. പകരം 10 സ്വർണ്ണ നാണയങ്ങൾ നൽകാം. അവൻ അതിനും സമ്മതിച്ചു. ഭക്ഷണം വിളമ്പിയ ശേഷം വൈശാലി പറഞ്ഞു, ഞാൻ എന്റെ കൈകൊണ്ട് ഒരു ഉരുള അങ്ങയെ ഊട്ടട്ടെ. പകരം 15 സ്വർണ്ണ നാണയങ്ങൾ നൽകാം. സ്വർണ്ണത്തോടുള്ള അമിത ആഗ്രഹത്താൽ അവൻ അതിനും സമ്മതിച്ചു. വൈശാലി ഒരു ഉരുളയെടുത്ത് അവന്റെ വായിൽ വെക്കാൻ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് അവന്റെ കരണത്തടിച്ചു. ബാലൻ ഞെട്ടിപ്പോയി. അപ്പോൾ വൈശാലി പറഞ്ഞു, ഇതാണ് പാപത്തിന്റെ പിതാവ്. അതിന്റെ പേരാണ് ലോഭം, അമിതമായ ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം. അവൾ തുടർന്നു, അങ്ങ് അറിയാതെയാണ് ജലം കുടിച്ചത്. എന്നാൽ 5 സ്വർണ്ണ നാണയത്തിന് വേണ്ടി അങ്ങ് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചു. 10 നാണയത്തിന് വേണ്ടി ഞാൻ പാകം ചെയ്യുന്നത് സമ്മതിച്ചു. 15 നാണയത്തിന് വേണ്ടി എന്റെ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കാനും തയ്യാറായി. നിങ്ങളുടെ പിതാവിനോട് പോയി പറയുക, പാപത്തിന്റെ പിതാവ് അത്യാഗ്രഹമാണ്. പാപം എന്നത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെ ചെറിയ വിട്ടുവീഴ്ചകളിലൂടെയാണ്. ഇതൊരു വട്ടം മാത്രമല്ലേ, ഇതുകൊണ്ട് ആർക്കും ദോഷമില്ലല്ലോ എന്നിങ്ങനെയുള്ള നിസ്സാരമായ ന്യായീകരണങ്ങളാണ് നമ്മളെ പാപത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നത്. ഈ ചെറിയ ചിന്തകൾ പതുക്കെ നമ്മളിൽ വലിയ അത്യാഗ്രഹം വളർത്തുന്നു. എപ്പോഴാണോ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള നമ്മുടെ വിവേകം പണത്തിനോ സൗകര്യത്തിനോ മുന്നിൽ അടിയറവ് വയ്ക്കുന്നത്, അപ്പോഴാണ് നമ്മൾ പാപത്തിന്റെ കുഴിയിൽ വീഴുന്നത്. ചുരുക്കത്തിൽ ചെറിയ ആഗ്രഹങ്ങൾ വലിയ പാപങ്ങളിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പുകളാണ്. രാധേ രാധേ.